F5 Offline photography. So PHO, TU. அப்படியே கண்டினியூஸா அவ்வளோ ஒரு நிமிஷம் வெயிட் பண்ணுங்கள், ஸ்டே பண்ணுங்கள். இப்படி சென்டரில் வந்துட்டு கொஞ்சம் வந்து அப்படியே வயர் போர்டு மட்டும் இருக்குது. இந்த காரில் அடிச்சு யாராவது இருப்பாங்களா? உன்னோட வண்டியில் வயர் போர்டு இருக்கோ? இல்லை உன் வண்டியில் வயர் போர்டு இருக்கா? ஸ்டே பண்ணுங்க ப்ரோ, ஒரு நிமிஷம் வெயிட் பண்ணுங்க. ஓகே வாங்க வாங்க. ഇതിലെ സെറ്റപ്പ് ഒരാൾ ആരംഭിക്കാൻ പോവുകയാണ്. വിവാഹ ഉടനീളം പ്രാർത്ഥന പൂർവ്വം മാത്രമേ എല്ലാവരും നൽകാവൂ എന്ന സ്നേഹത്തോടെ മറ്റ് സംസ്ഥാനങ്ങളോ അനാവശ്യമായ ഡിസ്കഷൻസോ ഒന്നും തന്നെ പാടില്ല എന്നുള്ള സ്നേഹത്തോടെ ശ്രീവൈക്കും ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങൾ നൽകുവാൻ തക്കോണം ഏതൊരു പ്രാർത്ഥന പൂർവ്വം ഇത് നൽകാവൂ എന്നുള്ള സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ആരും തന്നെ മണവാളനും മണവാട്ടി ഒഴികെ മറ്റാരും തന്നെ ദേവാലയത്തിനുള്ളിൽ ചെരുപ്പുകൾ ഇടാൻ പാടില്ല എന്നുള്ളത് വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഒഫീഷ്യലായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫറുണ്ട്. അവരല്ലാതെ ഈ കല്യാണത്തിനുള്ള മറ്റാരും തന്നെ മൊബൈലിൽ ഇത് പകർത്തുവാനോ എടുക്കുവാനോ ശ്രമിക്കരുത്. കാരണം അത് ഈ കൂതാശയുടെ നടത്തിപ്പിന് അത് തടസ്സമായി തീരുമാനമായതിനാൽ ആരും തന്നെ അതിനു വേണ്ടി മുതിരരുത് എന്നുള്ള
വിവാഹ കൂതാശയ്ക്ക് മുഖ്യകാർമ്മികം നിർവഹിക്കുന്നത് ഇടവകയുടെ സർവ്വധികാരികളായ ബഹുമാനപ്പെട്ട വിനോദൻ കൂടെയാണ്. ഇതിൽ വന്നിരിക്കുന്ന ഏവരെയും പ്രാർത്ഥനാപൂർവ്വം ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവാഹ കൂതാശ ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്നെ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വിശ്വം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ദൈവത്തിനുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോടുകൂടെ അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദൈവയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹം നിറഞ്ഞ് കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠമായി തീരണമേ. നിന്റെയും ആദ്യമുള്ള അതിനെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യ സ്ത്രീയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. വിരുദ്ധ പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സന്മാരുടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ വകുലസ്മാനമേ. ദൈവമേ, കൃപപ്രകാരനോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങൾ മാതാവിനെ ഗർഭധരിക്കുകയും ചെയ്തു. സന്തോഷം കൊണ്ടല്ലേ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള സ്ത്രീകൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ ധരിച്ച്
സന്തോഷിപ്പിച്ചു ഭക്തർക്കരുളുക കരുണാബ്ദേ മശീഹ സന്തോഷ രക്ഷകനെ വൈദിക തിരുനാമത്തിൽ നൽകിയിടും മോതിരഭൂഷകളെ സദയം വാഴ്ത്തുകയ്യാൻ മോതിരമരുളി തിരുസഭയെ മശീഹ വേണ്ടപ്പോൾ പരിപാവനതനുരുദിനങ്ങൾ കൈക്കൊണ്ടാളവളു മോതിരമതിനാൽ രക്ഷിതയായി അതുപോൽ പാപവിമോചനമീ ഞങ്ങൾ നേടട്ടെ പാർക്കുമോ ശുഭോല പ്രോവൽ റൂഹോ കാദീശോ മെന്നോലം മാതാമുൽമൂലം മുൽമീനാമേ വാനവർ വന്നിച്ച് വാഴ്ത്തി പാടുന്ന തൃത്വരഹസ്യം സമ്പൂജ്യ പരിശുദ്ധാത്മാവാം ദൈവമേ ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ എന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസരുടെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കോണമുള്ള ഐക്യമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ഓശോ വക്കുലസ്ബാൻ ലവൽമേ മൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ഞാൻ അരചനയെന്നുര ചെയ്യാൻ കൃപ നിന്നതരത്തിൽ ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി പാർക്കുമോ ശ്ലാഘിക്കും നിൻ പ്രിയനേവേ എന്നാതെ 10,000 അതിലുത്തമനാ തൻ പൂങ്കാവാണിസരായേ ശുഭ്രൻ യാക്കോബിൻ ലതയിൽ രക്തനാർത്തേൻ തൈലത്തിൽ മൃദുലൻ ലബനോൻ കാരികിൽ പാർക്കിലവൻ ദൈവസമേ വിസ്തൃതനാദിവരെ നാം വാഴ്ത്തിയിടുന്നു പാർക്കുമോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീയന്മാരെയും സകലവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരം വാഴ്വിന്റെ ഈ സമയത്ത് സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവയ്ക്ക് അധീനനായി തീരുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്നും വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോന്നും
അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കോണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകി പരിമളവാസന കൊണ്ട് ദയവോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹനിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കി. ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ എന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്രീയന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടെ ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, എന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനെയും പുത്രിയായി മണവാട്ടിയെയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, അവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈരന്മാരും മാലാകമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുവൻപാകെ സന്നിധരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വാതന്ത്ര്യമാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവൻപാകെ നിന്നെ ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെ വിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ഭക്തുൽ സുബാൻ ലവൽ മീ منالون قابل وصيادو بالشبكون داته بطريهن والملهون والمين പരിവൃതയാം പരിപാവന സഭയെ വാനോൻ കാന്ത് വേട്ടൊരു നേര ശീമോൻ യോഹന്നാൻ എന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേ ഭരണം ശ്രീമോനെ സുവിശേഷം യോഗ്യനായി കൽപ്പിച്ചാൽ വിലയേറിയിടും രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പീൻ. ബാറക്കുമോ ശുഭഹൂല പോല പ്രോവൽ റൂഹോ കാദീശോ മെൻ വോലം വദമിൽ വലം വൽമീനമി വിശ്വസ്തേ സഭയെ ഭയമെന്നുള്ളിൽ ലേശം വേണ്ട അവരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല. ലോകത്തിൻ്റെ അവസാനത്തിൽ വരുമഴേ ഞാനും വരും നീയാപത്തേന്തി ആത്മാവിൻ ഏകം ബദാൻ നിന്ദ്രോണോസ ആത്മാക്കളെ തനിക്കായി വാദിച്ചും ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന
ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹം നിശ്ചയിക്കപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന് മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സൂറ നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാർക്കുമോറോശോ വാബുകോലസ്മാനവൽമീ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിങ്ങളിലേക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലങ്കയായുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഓശോ വക്തുലസ്ബാൻ ലമൽമീ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ശ്രീയന്മാരിൽ നിന്ന് എന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ വക്തുലസ്ബാൻ ലവൽമീ. പറക്കുമോ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെയും സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസാക്കിന്റെയും റബേക്കയുടെയും വിവാഹ നിശ്ചയിച്ച് സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിനങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമായ മാർഗത്തെ വഷണാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംസരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യ കാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും ഇവർക്കും കൃപ നൽകുകയും ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകുകയും നിന്റെ വിജയശ്ലീമായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ദേവാലയത്തിനുള്ളിലുള്ളവർ ഈ വിവാഹ കൂദാശ നടക്കുന്ന സമയത്ത് ദയവായി ആരും തന്നെ സംസാരിക്കാതെ നിൽക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. Request all those who have gathered inside the church to kindly remain silent whilst the marriage ceremony
is being solemnized. സഭയാം തിരുസഭയാമീ ഞാൻ അത്യന്തനുടെ മണവാട്ടി പാവന സഭയും നീടുന്നു എൻ വരവേളൻ ഞാൻ ധന്യ വന്ദിക്കുന്നേ വന്നെന്നെ വേട്ടു സായ ആത്മീയായുധമാണീച്ച വിരലിന്മേയ് രക്തങ്ങൾ മോതിരമായൻ പേർക്കേകി പായ ഞാൻ വേട്ടോളാം സുമുഖി സ്വാഗതമോതുന്നേ നാദനികേതം ഞാൻ പോകി വിട്ടിടാൻ ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഓശോ എല്ലാവർക്കും അവിടെ ഇരിക്കും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിവാഹത്തിന്റെ 1-ാം ക്രമം ഇവിടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദമ്പതികളെ അനുഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റിനോ അച്ഛൻ അനുഗ്രഹ വചനങ്ങൾ ഇവർക്ക് പകരുന്നതാണ്. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ ഇടവകയുടെ വികാരി പ്രദീപച്ചൻ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ഈ വിവാഹ കുദാശയിൽ സംബന്ധിക്കുന്ന ഏവരും, ജീവായുടെയും ലീബായുടെയും വിവാഹ കുദാശയാണല്ലോ ഇന്ന്. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഈ ദേവാലയത്തിൽ ആയിരിക്കുവാണല്ലോ. നമുക്കറിയാം, ഒരു കുടുംബം ഉണ്ടാകുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാകുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഈ വിശുദ്ധ ദേവാലയത്തിൽ വെച്ച് ഇവർക്ക് വിവാഹ നിശ്ചയം, നമുക്ക് നിങ്ങൾ മുമ്പേ 2 ഭവനക്കാർ തമ്മിലുള്ള ഒരു വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഓർത്തഡോക്സ് ആരാധന അനുസരിച്ച്, നമ്മുടെ ദേവാലയത്തിന്റെ ആരാധനയും ഒക്കെ അനുസരിച്ച് ഓർത്തഡോക്സ് വർഷിപ്പിൽ 2 രീതിയിലാണ്. ഒന്ന് മോതിരം വാഴുവിന്റെയും 2 കിരീടം വാഴുവിന്റെയും കുദാശമാണ്. അങ്ങനെ മോതിരം വാഴുവിന്റെ കുദാശ നടത്തി അവരെ കൈകളിൽ മോതിരം അണിയിച്ച് ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നത്. ദൈവസന്നിധിയിൽ ഇവര് ഇന്ന് ഇവിടെ ഒരുമിക്കുകയാണ്. ദേവാലയവും ഇവിടെ കടന്നു വന്നിരിക്കുന്ന മക്കളും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരും ഒക്കെയുണ്ട്. അങ്ങനെ ഈ സമയത്ത് ഇവരെ ദൈവകൃപയിൽ ഒന്നിക്കുകയാണ്. അങ്ങനെ ഒന്നിക്കുമ്പോഴാണ് ഇവരുടെ ജീവിതം ഇമ്പകരമായി മാറുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടത്, ഒന്നാമതായി നമ്മുടെ ജീവിതത്തിന് വേണ്ടത് സ്നേഹമാണ്, ലവ് ആണ്. നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിന് അർഹരായി തീരണമേ. കപട സ്നേഹമല്ല. നമ്മുടെ ഭൂമിയോനുകളിലും ഇവിടുത്തെ വായിച്ചു കേട്ട ഭാഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടു, കപട സ്നേഹമല്ല, ദൈവിക സ്നേഹം. അതായത് നമ്മുടെ ഹൃദയങ്ങളിൽ പരസ്പരം മനസ്സിലാക്കി ഉള്ള ഒരു സ്നേഹം. ജീവയുടെ കുറവുകളെ ലീബ കാണുവാനും ലീബയുടെ കുറവുകളെ ജീവ കാണുവാനും പഠിക്കുമ്പോഴാണ്, അതിനെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ഒരു സ്നേഹബന്ധം ഉണ്ടാകുന്നത്. എല്ലാവർക്കും കുറവുകളുള്ള മനുഷ്യരാണ്. ഈ കുറവുകളെ അവരവരുടെ കുടുംബത്തിൽ അതിനെ
വേണ്ട രീതിയിൽ തക്കവണ്ണം അതിനെ എങ്ങനെ നാം കൈകാര്യം ചെയ്യുന്നു എന്നതാണ് കുടുംബജീവിതത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ കുടുംബജീവിതത്തെക്കുറിച്ച് യുവതലമുറകളോട് പറയുവാനൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് കൂട്ടുകുടുംബം വളരെ കുറയുന്ന ഒരവസ്ഥ, അണുകുടുംബത്തിലേക്കാണ് മാറുന്നത്. പ്രായമുള്ള മാതാപിതാക്കളുടെ കുടുംബജീവിതം കണ്ടു വളരുന്ന ഒരവസ്ഥ ഇന്ന് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അവരെ കാണുവാനോ അവരുടെ നല്ല ജീവിത ശൈലികൾ പങ്കുവയ്ക്കുവാനോ ഇന്ന് യുവതലമുറകൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെ അവരവർക്ക് സ്വന്തമായിട്ടുള്ള ബുദ്ധിയും ജ്ഞാനവും ഉയരങ്ങളിൽ നിന്ന് ദൈവം തരുന്നുണ്ട്. ആ കുറവുകളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുടുംബത്തിൽ വെച്ച് തന്നെ പരിഹരിക്കുവാൻ ഇടവരുത്തണം. അത് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടും പ്രത്യേകിച്ച് ഇടവകയിലെ അച്ഛന്മാരോടും പറയണം. പിന്നെ അങ്ങ് ദൂരെ പോയിട്ട് കാര്യമില്ല, അകലങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കുറവുകളെ നിങ്ങളുടെ കുടുംബത്തിൽ വെച്ച് പരിഹരിക്കാൻ ലീപയ്ക്കും സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ആദ്യം പറയാൻ പഠിക്കണം. അങ്ങനെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉത്ബോധനത്തിൽ അവർ തരുന്ന സന്മാതൃകളിൽ നിങ്ങൾ വളരുവാൻ സാധിക്കണം. അതും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് പള്ളിയിലേക്ക് വരണം. ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുകൂടിയുള്ള നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കണം. അവരോടുകൂടി അവർ പറയുന്ന, പ്രിയപ്പെട്ട അച്ഛന്മാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. എല്ലാത്തിനും അടിസ്ഥാനം നമ്മുടെ കർത്താവാണ്. ഇന്ന് നിങ്ങൾ വളരെ എല്ലാവരേക്കാൾ വളരെ മനോഹരമായിട്ടാണ് നിങ്ങൾ ദേവാലയത്തിൽ വന്നത്, അല്ലെ? വളരെ സന്തോഷവരായി നിങ്ങളെ കാണുമ്പോൾ, എല്ലാവർക്കും കാണുമ്പോൾ വളരെ പ്രസന്നതയോടുകൂടി ചിരിക്കുന്ന ഒരു സന്തോഷമായിരിക്കും നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തുടർന്നും ഈ സന്തോഷം, ഈ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരെ ഉണ്ടാകണം. അതാണ് ജീവിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ജീവ നമ്മുടെ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ പഠിച്ചു വരികയാണ്. ആത്മാർത്ഥതയോടുകൂടിയുള്ള ദൈവസ്നേഹം, ദൈവസ്നേഹത്തിൽ ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുവാൻ സാധിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. നിങ്ങളുടെ ജീവിതം ഇവിടെ എന്തെങ്കിലും വേറെ സെലിബ്രേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് ഫോട്ടോഗ്രാഫുകൾ വരൂ. ഇന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും പേരും കൂടി വരുന്നത്. നാളെ തൊട്ട് ഇന്ന് വൈകിട്ട് മുതൽ നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട്, ഒരു കുടുംബമായിട്ട് ജീവിക്കുക. നാളെ തൊട്ട് ആരും വരുന്നില്ല നിങ്ങളെ നിർദ്ദേശിക്കാൻ, നിങ്ങളെ നോക്കുവാനും പോലും ആരും വരുന്നില്ല. തികച്ചും ആത്മാർത്ഥതയോടുള്ള സ്നേഹം, ആത്മാർത്ഥത ജീവിതത്തിലുണ്ടാകണം. ആത്മാർത്ഥത ഇല്ലാതാകുമ്പോഴാണ് നമ്മുടെ പല കുഴപ്പങ്ങളിലേക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്നവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സാക്ഷികളായിരിക്കുന്നവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം കൂടുതൽ ദൈവസന്നിധിയിൽ ശോഭനാകട്ടെ. പ്രത്യേകിച്ച് ഇടവകയുടെ വികാരി പ്രദീപച്ചന്റെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ശുശ്രൂഷകരുടെയും ഏവരുടെയും, അതുപോലെ തന്നെ പ്രിയ മാതാപിതാക്കളുടെയും, നിങ്ങൾക്ക് ആരെല്ലാം അനുഗ്രഹിക്കാൻ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാ നാമത്തിൽ എല്ലാവിധമായ സന്തോഷവും കൂടുതൽ ദൈവസന്നിധിയിൽ പ്രസന്നരായി ജീവിക്കുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എഴുന്നേൽക്കാം. രണ്ടാമത്തെ ശുശ്രൂഷ ആരംഭിക്കും. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടുള്ളോ നീക്കി ചുരുപ്പുമാറാകണമേ. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിൽ അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുമാറാകണമേ. ഓശോ വക്കുൽ സുബ്ഹാൻ ലവൽ മീ ആദിമനീതി ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ.
പരസ്പരം ബന്ധനായിരിക്കുന്ന ഈ ദാസനെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠനാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായുള്ളവേ, സന്തോഷോല്ലാസത്തോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ മോദിക്കട്ടെ പരംനാഥ നല്ലവരം നീ മുമ്പേറവനേ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ഏറ്റവും ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതിയെ സ്നേഹപൂർവം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരായുവാനോ കഴിവില്ലാത്തവനുമായി അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയനിമറച്ചുകൊണ്ട് മഹത്വപ്പെടുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരോട് കൂട്ടങ്ങളിൽ തന്റെ ശ്രേഷ്ഠതകൾ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണീയമായ എന്റെ കഥാവ് നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ എന്റെ ദയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ
നീ സന്തോഷിക്കുകയും എളിയവരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളെല്ലാവരോടും ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവ്, എല്ലാ ദേശങ്ങളിൽ സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ എന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധരായ നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമമായിരിക്കാൻ തക്കോണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണത്തിൻ മാർഗത്തിൽ ഇവരെ നീ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ താല്പര്യമുള്ളവരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ട ലാഭം ഉണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരായി വർത്തിക്കുന്നവരുമാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താൻ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കോണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭീതിയും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും നിഷ്ഠതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിദൂരന്മാരുടെ കൂട്ടങ്ങളിലേക്ക് സാദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഓശോ ബബ്കുല സുബാൻ ലവൽ മീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകം എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സോനു നൃപതി ശലോമോൻ വിമല സഭേ ലാളിപ്പോ നേന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധ നീസാകുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കരത്തിണ്ടത്തോ സ്ലീബായി വന്നി പതിന രാജവമഷിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ ബാറക്കുമോ. ശുഭഹൂല പോലം പ്രോവൽ റൂഹോ കാദീശോ മെൻപോലം വദാമുൽ മോലം വൽമീനാമേ സഭയോതുന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവേ ഉള്ളിൽ പോകീട ബന്ധിച്ചമയം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്ത താതസുധാമലറൂഹായ മേഘത്വം തൃത്വം മഹിമേഴും മണവാട്ടി സമം മധ്യമേ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. പറക്കുമോർ പുത്തനെ പട്ടണത്തിൽ കല്യാണ വിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസനെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ വലത്തെ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മടവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും
സ്തുതിയും സ്തോത്രവും കരറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകുലസ്മാനവൽമീ. പൗലോസ് ശ്ലീഹ ധന്യത്തിൽ കേട്ടേ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും മാതോത് താനേൽക്കും സഭയെ പലതരമുപദേശങ്ങളോ വാരിൽ മുഴച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും സ്നേഹാടുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മെസ്സിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മെസ്സിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാവുന്നു. സഭ മെസ്സിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മെസ്സിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിനെ ജലം കൊണ്ട് കഴുകി വചനത്താൽ നന്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മെസ്സിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും, അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മെസ്സിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്നും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. മറയ്ക്കുമോ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷകായി തന്നെ സ്ത്രീകളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീശന്മാർ അടുത്തു ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു.
അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ത്രീ ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരൻ ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായുള്ളവരുണ്ട്, മനുഷ്യരാ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. ബാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നിർമ്മലയാം സഭ കണ്ടതുപോ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപന നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ബാർക്കുമോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഉപവയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വലിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം. വൈദിക മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം. സത്യമണ ശീഘ്ര
അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. വനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. Calzoyo ye clino the covanoso ye briso മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യോ. നീതിയും കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റുകൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ശുഭചിഹ്നം വിജയ കൊടില സ്ലീബ നമ്മെ സ്ലീബായൻ പുകഴുന്നു സ്ലീബോ ശൈനോ സ്ലീബോ നിശദസോ കുസോ sleep the way free kina bekulan mesta arena shubha chinnam tal sleep vijaya kodidan sleep namme Sleep the way free, Kina, Bekulan Mesta, Arena. പറക്കുമോ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നതിനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുതുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ.
സമാധാന ദൂതർ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽ ക്രിസ്തായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളെ ദുഃഖങ്ങളിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസാക്കിലും, ഇസാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകയും ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാം ഇസാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിവനും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിലും ആവസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയായ സ്ത്രീയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുഭാഗത്തെ കള്ളനെന്ന പോലെ അനുതാപത്താൽ നിങ്ങളുടെ സ്വർഗരാജ്യങ്ങൾ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരും മരിച്ചുപോയവരും പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റാം. തോട്ടം നട്ടോനേ നീ അണന്യമണവാളൻ നിൻ തോട്ടത്തെ പേർക്കായി വിശിച്ചിടുക കൊടുത്തൽ സത്യമണാള നീതിജ്ഞാനിൻ മണവാട്ടി നീയാണൻ തണലും താങ്ങും ചെയ്യണമെന്നോട് കാരുണ്യം. നദൂരെ പോകരുതേ ഉള്ളോളെ തള്ളരുതേ മനിപ്പൻ മണിക നിജ ക്ഷീണിച്ചയ്യോ ഞാൻ നാളും മാസവുമാണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോ കണ്ണുകളെ ഞാൻ എന്തേച്ച് മോറിയോറാകെ മേലു മാതാവേ. കർത്താവേ നിന്നാദ്രത നിറയം വാതിൽ തുറന്നേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ ബുണ്ടാകേണ ദമ്പതികളെയും തലയിൽ ചൂടും മകുടങ്ങളെയും വലതുകരത്താൽ വാഴ്ത്തിയിടേണം. നാമം ചൊല്ലി ദമ്പതികൾക്കായി വരമേകേണ തേജോലോക ഇവരുടെ കാലം ശുഭമാകേണ. പരിശുദ്ധന്മാർ തൻ പ്രാർത്ഥനയാൽ വാഴ്ത്തണമേ ഈ ജനനിവഹത്തെ എന്നേക്കും. സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുക എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിടേണ. സർവ്വം കേട്ടിട്ടഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനെ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലെ കൃപ ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിധരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യത്തക്കവണ്ണം പാരമ്പര്യം നമുക്കുണ്ടാകും. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പരിമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും
സ്ലീബായുടെയും വെടിപ്പുള്ള ഏവെങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപാകെയുമാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ പുരോഹിതൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. ഈ പിതാവിനും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഈ പിതാവും നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ഷമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവപുത്രന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യാമർത്തമറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകൾ കർത്താവ് യേശു മിശിഹായുടെ വലത്തുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായപ്രമാണ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവിന്റെ കൃപ നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവൻ തന്നെയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമറിയാമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യമുള്ള ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകം മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശവും സത്യതയുള്ള സത്യതയും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായി ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധൂഹായ ദൈവമാതാവായ വിശുദ്ധകന്യമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി മദ്യോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശ് തറയ്ക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന് വലത്തുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഖത്തോടിന് വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിമാരും സ്നേഹന്മാരും മാത്രം സംസാരിച്ചവനുമായ ജീവൻ വിശുദ്ധിയുള്ള റുഹായിലും കാതുര്യവും സ്നേഹിയുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണെന്നുള്ള ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിജനുമായ ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സമൻകാ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യാ ഹാലേലുയ്യാ നിൻ ബലമായ രാജഭാമിനിയും ലുയ്യാതിൻ ജനമോർക്കായ പ്രതിഗ്രഹവും പാർക്കുമോ ശുഭഹോലാബോലം പ്രോവൽ റൂഹോ കാദീശോ പോലം വാദാമൽ മൂലം വൽമീനമേ ഭക്തർ പുകഴ്ചാപാജനമേ ുദിച്ചോരേകസുതേ തൃക്കര ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണേക്കേണം സ്തൗമൻ കാലസ്കുറിയേലായിസോ മറിയാമിൻ സ്മരണ വരദായ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവേനുകോട്ട പാർക്കുമോ ശുഭഹോലാബോല പ്രോവൽ റൂഹോ കാദീശോ ദൈവപ്രസവിത്രീ കന്യകമാറിയാമേ ഉയരുന്നോ യാറിൽ സുഖപരിമാണ മുറിയോറാകെ മേലേനു ആധാറി നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള
പ്രാർത്ഥനയിൽ ഞങ്ങളിൽ ആദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് നീതിമാൻപന പോലെ തളർത്തടമേ ഹല്ലേലൂയ വളരും അവൻ ലബനോൻ കാരകൾ പോ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ പോല പോല പ്രോമൽ റോഹോ കാദീശോ മെൻപോലം മാതാവിന പോലും ഉൽമീനാമേ ഒരുപോലെങ്കും മാർത്തോമാർ പത്രോസ് പൗലോസ് ലീഹന്മാരെ ഉരുടെ മേലും നിന്നോർമ്മ ഉദരണമേ നിൻ പ്രാർത്ഥനമേ ഓർമ്മയിൽ ബഹുമാനിച്ചോർക്ക സൗമൻ കാലസ്കുറിയിലായിസോ ഭാഗ്യം നിബിയർക്കാം ഭാഗ്യം സ്ലീഹർക്കാം ഭാഗ്യം സഹദേർക്കാം പുനരുദ്ധാനദിനെ പാർക്കുമോ മഷിയായെ കാൺമാൻ കാംക്ഷിച്ചോരു സഹദേർ വാളാൽ ചിറകുകൾ പോലുന്നത പദമേറി മുറിയോറാകെ മേലെ നുവാദാറേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളെയും തൻ കോപത്തേൻ പടികളെയും മായ്ച്ചി മറക്കുമോർ ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിന നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആത്മീയമായ വിശുദ്ധ വിവാഹോദാശയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ബലഹീനവും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ ഉന്നതമായ സിംഹാസനത്തിൽ അത് കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തിരുമാറാകണമേ. ആബോ വബ്രോ റൂഹായോ കാദീശോ ഓശോ വബ്കുലിസ്മാനവൽമി. ആമേൻ. വിവാഹ കൂദാശ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദേവാലയത്തിന്റെ ഉപഹാരമായി ഈ ദമ്പതികൾക്ക് ആദ്യമായി വിശുദ്ധ വേദപുസ്തകം ബഹുമാനപ്പെട്ട റിനോ അച്ഛൻ നൽകുന്നതാണ്. കർത്താവിന്റെ വെളിച്ചം പകരുന്ന വചനം ഇവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവികമായ വെളിച്ചം പകരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ മണവാളനും മണവാട്ടിയും മുൻപോട്ട് വന്ന് വിശുദ്ധ വേദപുസ്തകം മുത്തി നേർച്ച സമർപ്പിച്ച് രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്നതും അതിനുശേഷം ഇരു കൂട്ടരുടെയും ഓരോ സാക്ഷികൾ വന്ന് ഇതിൽ സൈൻ ചെയ്യേണ്ടതുമാണ്. Excuse me, sir, please sign button. Just a minute. Action button. Okay, thank you. ഇരു കൂട്ടരുടെ സാക്ഷികൾ ഒന്ന് സൈൻ കൊടുത്ത്
ஃபுல் வெயிட் இருக்கா க்ளோஸ்அப் இருக்கும் வெயிட் இருக்கா க்ளோஸ்அப் இருக்கும் வெயிட் இருக்கா புது மாப்பில் சைன் பண்ணி இது ஒயிட் தான் வெயிட் இருக்கலாம் 2 பேருக்கும் இருக்குங்க 2 பேருக்கும் இருக்கு இப்போ இங்கே பாருங்க ஒரு மழை நல்லா கேட்குது இங்கே பாருங்க 2 பேரும் இங்கே பாருங்க കയ്യിലോട്ട് മണവാളൻ്റെ വലത്തെ സൈഡിൽ മണവാട്ടി മണവാളൻ്റെ വലത്തെ സൈഡിൽ வெயிட் கீழே வயர் பார்த்துவாங்க கீழே வயர் பார்த்துவாங்க இந்த வயர் க்ளீன் ரெடி இங்கே பாருங்க கேமரா பாருங்க அப்படியே இருங்க ஓகே ரெடி ஓகே தேங்க்யூ Yes. Family members. Yes. உங்கள் 2 பேர் எடுத்து அப்படின்னு லைவ் எடுத்து நானும் இது ஒரு நிமிஷம் பிடிக்கும் எக்ஸ்கியூஸ் மீ எல்லாரும் கேமரா பாருங்க கொஞ்சம் க்ளோஸாக வாங்க ஓகே ரெடி ஸ்மைல் இங்கே பாருங்க இங்கே பாருங்க அப்படியே இருங்க கொஞ்சம் வீடியோ கேமரா ஸ்டே பண்ணுங்க ஒரு நிமிஷம் பின்னாடி பாருங்க சரி ஓகே இங்கே பாருங்க கேமரா பாருங்க இருங்க ஒரு நிமிஷம் கொஞ்சம் ஓகே ரெடி இங்கே பாருங்க சரி கொஞ்சம் மாஸ்க் உள்ளே வச்சுருங்க ஓகே இங்கே பாருங்க ஸ்மைல் பண்ணி பாருங்க நல்லா இங்கே கேமரா பாருங்க ஓகே ஸ்டே பண்ணுங்க ஒரு நிமிஷம் வீடியோ ஓகே இருங்க அவங்க இருக்காங்களா ஒரு ஃபாதர் அப்படியே அம்மா இருங்க தப்பி அவங்க அம்மா அப்பா மட்டும் தனியாக எடுத்துட்டீங்க அவங்க அம்மா தனியாக சரி ஃபேமிலி அப்பா அம்மா அவங்க 2 இங்கே ஓகே சரி ஓகே ஃபைன் அப்படியே க்ளோஸ் ஆகும் ஓகே
ஃபோன் பாக்கெட்டில் வச்சு, ஃபோன் பாக்கெட்டில், பேண்ட் பாக்கெட், ஃபோன் சைட் பேக்கெட், இந்த சைட் பேக்கெட் வாங்கி நீங்கள் வச்சுங்க சார், வாங்கி நீங்கள் வச்சுங்க. அது வந்து ரிஃப்ளெக்ஷன். ஓகே, இங்கே பாருங்க. ரெடி. ஸ்மைல் பண்ணுங்க. சிரிக்கவே மாட்டேங்க, நல்லா ஸ்மைல் பண்ணுங்க. ஃபேமிலி போடுங்க. ஸ்டே பண்ணுங்க. ஒரே நிமிஷம் வீடியோ வெயிட் பண்ணுங்க. இருங்க. இங்கே பாருங்க, கேமரா பாருங்க, வீடியோ பாருங்க. இங்கே பாருங்க, வீடியோ பாருங்க. அப்படியே இருங்க. இங்கே ஸ்டே பண்ணுங்க. இங்கே பாருங்க. ஓகே. ஸ்டே. தேங்க்யூ. ஓகே, அம்மா நீங்கள் வந்துருங்க. சரி, ஒரு தண்ணி പിള്ളേരും ഉണ്ട്, ഇതൊക്കെ വരാൻ പറ. പെട്ടെന്നായിട്ട് ഒരു ക്ലിക്ക് അടിക്കുന്നതിന് ഇങ്ങനെ പറഞ്ഞു. அப்படியே வெயிட் பண்ணு. வெயிட்.